പൂളൊക്കെ മുരിങ്ങയില കറി വെക്കാൻ ഉച്ചക്ക് എന്തുട്ടാ വേണ്ട പരിപ്പിട്ട് വെച്ചാൽ മതി മറ്റേ വെള്ളം ഒഴിച്ച് വെക്കില്ലേ എന്തേ വെള്ളം ഒഴിച്ച് വെച്ചാ അതാകുമ്പോ ഈസിയാ വെക്കാന് പരിപ്പിട്ട് വെക്കാം വേറെന്തിട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം എന്നാ നമുക്ക് നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ലഞ്ച് റെഡിയാക്കാം എന്തുട്ടാ ഇടിച്ചക്ക ഉണ്ടായിട്ടുണ്ട് അവിടെ അത് വെച്ചിട്ട് തോരണ്ടാക്കിയാലോ തോരനാ പെയ്യ അത് റെഡിയാക്കട്ടെ എന്നിട്ട് പോയി നോക്കാം അതെ എങ്ങനെ വെക്കണതാ കുട്ടൂന് ഇഷ്ടം നിലത്തിടല്ലേ ഇല കഴിഞ്ഞിട്ട് ചക്ക ഉണ്ടോ നോക്കാൻ പോവാ നല്ല കാറ്റാണ്. നിറയെ മുന്ത ദാ ഒരു ചക്ക അവിടെ ഉണ്ട്, കുഞ്ഞേതാ അതാ ഇടിച്ചക്ക തന്നെ ആവണുള്ളൂ കണ്ടാ. ഇവിടെ ഉണ്ടായിക്കണോ അതേ മുറിച്ച പാട് അതിലെ വെള്ളമുണ്ടേ അതില് നമുക്കൊരു വഴിയുണ്ട്. അതിന് ആൾക്കാര് വന്നിട്ട് എല്ലാം പറിച്ചോണ്ട് പോകും. ചെള്ള് പോലെ അല്ലേ, അതിനേക്കാൾ വലുത് മറ്റേതാ. ഏതാ വലുത്? അതന്നെ അമ്മ നേരത്തെ തന്നെ വലുത്. മൂത്ത് കഴിഞ്ഞാൽ നല്ല ചക്കയാട്ടാ, നല്ല പഴുത്താല് നല്ല മധുര, നല്ല ചോന്ന നിറത്തിലുള്ള ചോള ഉണ്ടാവും. ഞാൻ ഇതാണ് വരച്ചാനും പായസം വെക്കാനൊക്കെ എടുക്കാറ്. ഇത് കാലത്തെ ദിവസം നമുക്ക് കിട്ടാനൊന്നും പോകില്ല. മുളഞ്ഞോ കൊണ്ടിട്ട് തോരനുണ്ടാവും. ഇഷ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ആയി കഴിയുമ്പോ കഴിക്കോ? നിന്റെ വേഷം കോലം കണ്ടറിയാം നീ കഴിക്കും. ഫുഡ് കഴിക്കുമ്പോൾ ഇതൊക്കെ കണ്ട പന്നി കടിച്ചു പറിച്ചിട്ടേക്കണ സാധനങ്ങളാട്ടാ. ഇതാ കുട്ട എന്തുട്ടത്? കായ എന്തുട്ടാ? വാഴേന്റെയോ? മറ്റേ അയ്യോ പേര് മറന്നു ഞാൻ. ദാ മരത്തിന്റെ ഏത് മരം? ഇപ്പുറത്ത് അമ്മാമ്മോട് ചോദിച്ചറിയാം. ഡീമരം പക്ഷെ ഉറുമ്പ് കടിക്കണില്ല.
പേര് പൂളയാ പൂളക്കായയുടെ പൂളക്കായ ഉണ്ടായിട്ട് അത് പൊട്ടുമ്പോ കാറ്റിട്ട് പഞ്ഞി പറന്നിട്ട് കണ്ടിട്ടില്ലേ? പൂളക്കായയുടെ പൂവാണിത്. പഞ്ഞി ഉണ്ടാവില്ലേ? പഞ്ഞി നമ്മള് പണ്ട് കിടക്കും തലണൊക്കെ ഉണ്ടാക്കണ പഞ്ഞിയില്ലേ, അതിന്റെ പൂവാണ്. ഈ വാടിച്ചക്ക ഉണ്ടാക്കാം. എന്താ കാണിക്കണേ? ഓഫ പൂവിനെ എങ്ങനെ ആക്കി കൈ അങ്ങോട്ട്. അമ്മ വരില്ലാന്നിട്ട് ഇടക്കിടക്ക് എത്തി നോക്കണ്. വെളിച്ചെണ്ണ കേട്ടാ, ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നല്ല മുളഞ്ഞിയുള്ള ചക്കയത്. അപ്പൊ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം കൈകി പരത്തി കൊടുക്കാം. മുളഞ്ഞോട്ടെ ചക്ക മാറുന്നോ? കയ്യും കൊണ്ട് വരല്ല കേട്ടാ കിട്ടുമ്പോ. പൊട്ടിച്ചിട്ട് കാരണം മുളഞ്ഞൊക്കെ അതിന്റെ മൂട് ഭാഗത്ത് കൂടെ കുറച്ച് പോയിണ്ട്. നല്ല ചെള്ളാട്ടോ, തീരെ ഇടിച്ചക്കൊക്കെ ആയിട്ടില്ല. എന്താ നല്ല ചെള്ളാടി ഉണ്ണിയെ. പക്ഷെ അവിടെ വെച്ചാ എല്ലാവരും കൊണ്ടുപോകും. പീസാക്കി എടുക്കാം. ചെറുക്ക കൈ ഇതിന്റെ ഉള്ളിൽ കൊണ്ടുണ്ടെങ്കിൽ ഇത് മുറിയണോണം മുറിയൂട്ടാ. കയ്യില് മുളങ്ങിയാവും കുട്ടുവോ. എന്റെ തൊലി കളയണം. പൊട്ടത്തി ഇവിടെ വയ്ക്കുന്നുണ്ടാ, അത് മേലേക്ക് തട്ടിയിടുവോ? നീ എന്റെ കൈമിക്കാക്കല്ലേ. മുളഞ്ഞീല് കളിക്കിട്ടാ രണ്ടും കൂടി. ഡ്രസ്സിലൊക്കെ മുളഞ്ഞാക്കിട്ട് വായോട്ടാ തരാ ഞാന്. കുട്ടുവിന്റെ മോന്തമ്മ തേക്കാം. വലിയ അടിയാവൂട്ടാ അത്. ഇവിടെ തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി എടുക്കൂട്ടാ. തൊലിയൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട്. വേസ്റ്റ് കൊണ്ടേ കളയാം. ഞാൻ വരട്ടെ. ചെരുപ്പിന്റെ കയറി സാരത്തില്ല, ഇവിടെ ഞങ്ങള് വലിച്ചെറിയാം. കുട്ടുവിന്റെ ചെരുപ്പ് നോക്ക് ഗൈസ്. ഒരു ജോഡി കാണാനില്ല. അന്തി ഏത് ജോഡിയുടെ ഒരു ജോഡി കാണാനില്ല, ഇന്റെ ഒരു ജോഡി കാണാനില്ല. അപ്പൊ രണ്ടും കൂടിയിട്ട് അപ്പോൾ ദാ ഞാൻ ഇടിച്ചക്ക ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചു. ഇങ്ങനെ ഇടിച്ച് നല്ലൊരു തോരനാക്കി എടുത്തുട്ടാ. ഈ തോരൻ ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണേ. അപ്പോൾ അതാ മുരിങ്ങയിലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. മുരിങ്ങയിലയും പരിപ്പും കൂടി കുത്തിക്കാച്ച ചെയ്തേട്ടാ. അപ്പം നമുക്ക് കുട്ടൂന് ചോറ് കൊടുക്കാം. എന്തായാലും അവന് കറിയൊക്കെ കഴിക്കാൻ മടി.
പിന്നെ എന്താ തോരനും റെഡി ആയിട്ടുണ്ട്. അതും അങ്ങോട്ട് ഇട്ടിട്ട് ചോറും എടുക്കാം. പിന്നെ കടലക്കറി ഉണ്ട് കേട്ടോ. രാവിലെ പുട്ടിനുണ്ടാക്കിയ കടലയാണ്. അതും കൂടി കുറച്ച് കഴിക്കട്ടെ. നടക്കമ്മ വാരിത്തരാം. ചൂടുണ്ട്. അപ്പൊ അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണ് നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് അങ്ങോട്ട് റെഡിയാക്കി. ടേസ്റ്റ് ഉണ്ടോ? തോരൻ നിനക്ക് വേണോ നമ്മിയ? വേണ്ടാന്ന് എന്താ വേണ്ടാന്ന്? കടലയും ഒക്കെ കൂടി അങ്ങോട്ട് കഴിക്കുക കേട്ടാ. അപ്പൊ ഇനി ഇവന് ചോറ് കൊടുത്തിട്ട് ഞങ്ങളും കഴിക്കട്ടെ കേട്ടാ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.